ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണ് വരാമെന്ന് മിസ് ഇപ്പൊ പറഞ്ഞു തരട്ടെ. അപ്പൊ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇൻഹലേഷനും എക്സലേഷനും അഥവാ നമ്മളുടെ ഉച്ഛ്വാസവും നിശ്വാസവും ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോ ഇൻഹലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ നമ്മൾക്ക് ആരൊക്കെയോ ഇങ്ങോട്ട് വരുത്ത വേണ്ട അല്ലെ, നമ്മളെ വായു അകത്തേക്ക് കയറണം, അഥവാ എയർ ഉള്ളോട്ട് കയറണം. ഇൻ അകത്തേക്കാണ്, ഉള്ളിലേക്ക് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എയർ അകത്തേക്ക് കയറണമെങ്കിൽ അവിടെ വിശാലമായ പാർക്കിംഗ് സ്പേസ് നമ്മൾ ഉണ്ടാക്കണ്ടേ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? വോളിയം കൂടണം, വ്യാപ്തം കൂടണം. അപ്പോഴാണ് മർദ്ദം കുറയുള്ളൂ, പ്രഷർ കുറയുള്ളൂ. അപ്പൊ അവിടെ എന്താ നടക്കുക? ഡയഫ്രം ഫ്ലാറ്റൻ ആവുന്നു, നമ്മളെ റിബ് കേജ് അഥവാ നമ്മളുടെ വാരിയലിൻ കൂട് ഉയരുന്നു, റൈസ് ആവുന്നു. പിന്നെ നമ്മുടെ എന്താണ് ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ നല്ല പോലെ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താവും? നമ്മുടെ ലങ്സ് അഥവാ ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പൊ വായു അകത്തേക്ക് കയറുന്നു. ഇപ്പുറത്ത് എന്താ സംഭവിക്കുക? നമുക്ക് ഒരാളെ പുകച്ച് പുറത്ത് കാണിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക അല്ലെ. അപ്പോ സീരിയലിലൊക്കെ കാണാറില്ലേ, അതുപോലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളെ ലങ്സിനെ നമുക്ക് ചുരുക്കി കളയാൻ വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? വോളിയം കുറയ്ക്കണം, വ്യാപ്തം കുറയ്ക്കണം, മർദ്ദം കൂട്ടണം, പ്രഷർ കൂട്ടണം. അപ്പൊ എന്താ ചെയ്യുക? നമ്മുടെ ഡയഫ്രം തിരിച്ചു ഗോപുരം പോലെയാകും അല്ലെ, മേലേക്ക് വരും, റിലാക്സ് ചെയ്യും. അതേപോലെ നമ്മളുടെ വാരിയലിൻ കൂടി റിബ് കേജ് താഴേക്ക് വരും. അപ്പൊ അതിനുള്ള വ്യാപ്തം കുറഞ്ഞില്ലേ, മർദ്ദം കൂടിയില്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഓടി തട്ടിയെടുക്കും, വേഗം പുറത്തേക്ക് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? യെസ്. അപ്പൊ ഇത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നല്ല ടോമസ് പറയുന്നത്. അതായത് നമ്മൾ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇതില്ലാത്ത ഒരു എക്സാം പേപ്പർ ഉണ്ടാവാറില്ല ഇതുവരെ. അപ്പൊ ഇപ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിള് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു ടേബിളാണ് അല്ലേ. ഇപ്പൊ ആ സൈഡിലുള്ള എന്തോ ഒരു ടേബിൾ, എന്തൊക്കെയോ വാല്യൂസ് ഒക്കെ എഴുതിയ ടേബിൾ. പക്ഷെ മക്കളെ 3 വർഷം അടുപ്പിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ ഡാഷ് എന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡാഷ് എന്നായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പൂരിപ്പിക്കേണ്ടതായിട്ട് വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഓക്സിജൻ എന്ന് പറഞ്ഞ 21 ആണ്, നമ്മൾ ഉള്ളോട്ട് എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ 15 ആണുള്ളത്. പിന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ഉള്ളൂ, ഉള്ളോട്ട് എടുക്കുമ്പോൾ പക്ഷെ പുറത്തേക്ക് പോകുന്നതിൽ 4 വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കും. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഇതിന്റെ വ്യത്യാസത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ കൂടുതലും പുറത്തേക്ക് പോകുമ്പോൾ കുറവായത് എന്തുകൊണ്ടാ? കാരണം ഓക്സിജനെ നമ്മൾ എങ്ങോട്ട് ഉപയോഗിക്കുന്നു? നമ്മളെ കോശങ്ങൾ അഥവാ സെൽസിൽ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നിശ്വാസവായുവിൽ അഥവാ നമ്മൾ എക്സ്ഹെയിൽഡ് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്നത്? അതും എന്തുകൊണ്ടാണ്? ഈ സെൽസിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ, കോശശ്വസനം നടന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് ആരുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് പുറത്തേക്ക് പോകുമ്പോൾ എക്സ്ഹെയിൽഡ് എയറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അളവ് കൂടുതലായിട്ട് കാണാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നൈട്രജൻ എന്തുകൊണ്ടാണ് ഒരു വ്യത്യാസമില്ലാത്തത്? കാരണം നമ്മുടെ ശ്വസന പ്രക്രിയയിൽ നൈട്രജനെ എവിടെയും ഉപയോഗിക്കുന്നില്ല. കിട്ടിയോ? റെഡി അല്ലേ? യെസ്. ആൻഡ് ഈ വാട്ടർ വേപ്പർ നമ്മുടെ മോയ്സ്ചറിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരോഷ്മാവിന്റെ കാരണത്താലാണ്, ബോഡി ടെമ്പറേച്ചറിന്റെ കാരണത്താലാണ്. ഓക്കെ, റെഡി. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ടീത്ത്. ടീത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്പ് ഓഫ് ടീത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എണ്ണവും ഓർത്ത് വെക്കുക, ഫംഗ്ഷനും ഓർത്ത് വെക്കുക. അപ്പൊ ഇൻസിസേഴ്സ് അഥവാ ഉളിപ്പല്ല് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം, മേലെ 4 താഴെ 4, ടോട്ടൽ 8 ആണ് അല്ലെ. അടുത്ത കനൈൻ അഥവാ നമ്മളെ കോമ്പല്ല് എന്ന് പറയുന്ന മേലെ 2 താഴെ 2, ടോട്ടൽ 4 അല്ലെ. അടുത്ത പ്രീ മോളാർ എത്രയാണ്? 8, ഇത് 12. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ എങ്ങനെയാ, എവിടെ വെച്ചാൽ കടിക്കുക? ഇവിടെ വെച്ചാൽ കടിക്കുക അല്ലെ. അപ്പൊ ഈ 4 പല്ല് വെച്ചിട്ട് നമ്മൾ കടിക്കുന്നത്. അപ്പൊ ബൈറ്റ് ആൻഡ് കട്ട്, കടിച്ചു മുറിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി കനൈൻ കോമ്പല്ല് എവിടെയാ? ഇവിടെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, ടയർ ഓഫ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ പാക്കറ്റൊക്കെ ടയർ ഓഫ് ചെയ്യണമെങ്കിൽ കടിച്ച് കീറാനാണ് നമ്മൾ കനൈൻ ഉപയോഗിക്കുക. ഇവരെന്തിനാ? ചവച്ചരയ്ക്കാൻ, ചൂ ആൻഡ് ഗ്രൈൻഡ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നമ്മളെ ബയോളജിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കനൈൻ അഥവാ കോമ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് താഴെ കമന്റ് ചെയ്തേ.